വനിതകൾക്ക് കൈത്താങ്ങുമായി ഹരിയാനയിൽ നായബ് സിംഗ് സൈനി സർക്കാർ. ലഡോ ലക്ഷ്മി യോജന ഉടൻ നടപ്പിലാക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സ്ത്രീകൾക്ക് പ്രതിമാസം 2100 രൂപ ധനസഹായമാണ് ഇതിലൂടെ ഉറപ്പാകുന്നത്. സംസ്ഥാനത്തെ 1 കോടിയിൽ അധികം വരുന്ന വനിതകളെ ചേർത്തുപിടിച്ചാണ് സൈനി സർക്കാർ മുന്നോട്ടു പോകുന്നത്. അർഹരായ സ്ത്രീകൾക്ക് ധനസഹായം ഉറപ്പാക്കുന്ന ലഡോ ലക്ഷ്മി യോജന സംസ്ഥാനത്ത് ഉടൻ നടപ്പിലാകും. തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ ഓരോന്നായി നിറവേറ്റുകയാണ് BJP സർക്കാർ. പദ്ധതിയിലൂടെ യോഗ്യരായ സ്ത്രീകൾക്ക് 2100 രൂപ ധനസഹായം ലഭിക്കും. യോജനയ്ക്കായി സാമൂഹിക നീതി വകുപ്പ് കരട് നയം തയ്യാറാക്കി കഴിഞ്ഞു. 4 ഘട്ടങ്ങളായാണ് പദ്ധതി നടപ്പിലാക്കുക. 8 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക്, അതായത് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള 46 ലക്ഷം സ്ത്രീകൾക്ക് ആദ്യഘട്ടത്തിൽ പരിരക്ഷ ലഭിക്കും. 1 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള അതിദരിദ്രർക്ക് മുൻഗണന ലഭിക്കും. 18നും 60നും ഇടയിൽ പ്രായമുള്ള വനിതകൾക്കാണ് സഹായം ലഭിക്കുക. ജോലിയുള്ളവർ, വിധവകൾ, വിരമിച്ചവർ തുടങ്ങി വരുമാനമുള്ളവർക്കും മറ്റ് സാമൂഹ്യ സുരക്ഷ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്കും ഒഴികെ ആനുകൂല്യം ലഭ്യമാകും. വനിതാ ക്ഷേമത്തിനായുള്ള സേവനങ്ങൾ മെച്ചപ്പെടുത്താൻ 3 ഡിജിറ്റൽ പോർട്ടലുകൾ സൈനി സർക്കാർ പുറത്തിറക്കിയിരുന്നു. ഗാർഹിക പീഡന കേസുകൾ റിപ്പോർട്ട് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഗാർഹിക പീഡന പരാതി രജിസ്ട്രേഷൻ ആൻഡ് മോണിറ്ററിംഗ് പോർട്ടൽ, പെൺകുട്ടികൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ ആപ്കി ബേട്ടി ഹമാരി ബേട്ടി പദ്ധതിയുടെ MIS പോർട്ടൽ, പോഷകാഹാര ലഭ്യതയും വിതരണവും ഉറപ്പാക്കാനുള്ള സപ്ലിമെന്ററി ന്യൂട്രീഷൻ പ്രോഗ്രാമിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ പോർട്ടൽ എന്നിവയാണ് ആരംഭിച്ചത്. വനിതാ സർക്കാർ ജീവനക്കാർക്ക് കൂടുതൽ അവധി ദിനങ്ങളും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. 20 ദിവസങ്ങൾക്ക് പകരം 25 ദിവസത്തെ വാർഷിക അവധിയാണ് സംസ്ഥാനത്ത് സ്ത്രീകൾക്ക് ലഭിക്കുക. ഹരിയാന കൗശൽ റോസ്ഗർ നിഗത്തിന് കീഴിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് പ്രതിമാസം 1 ദിവസത്തെ അധിക അവധി ലഭിക്കും. വനിതകൾക്ക് ക്ഷീര വ്യവസായത്തിന് സംസ്ഥാന സർക്കാർ 1 ലക്ഷം രൂപ വരെ പലിശരഹിത വായ്പ നൽകും. മഹിളാ കൃഷി വൃദ്ധി യോജന പ്രകാരം കന്നുകാലി വളർത്തൽ, തേനീച്ച വളർത്തൽ, കോഴി വളർത്തൽ എന്നിവയ്ക്കും കർഷക കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് പലിശരഹിത വായ്പ ലഭിക്കും. സ്ത്രീ സുരക്ഷയിൽ ഗണ്യമായ വളർച്ചയാണ് BJP ഭരണത്തിന് കീഴിൽ ഹരിയാന കൈവരിച്ചത്. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യാൻ 33 വനിതാ പോലീസ് സ്റ്റേഷനുകൾ പ്രത്യേകമായി സ്ഥാപിച്ചു. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വനിതാ ഹെൽപ്പ് ലൈൻ നമ്പറും നിലവിലുണ്ട്. 1 ദശകത്തിൽ സംസ്ഥാനം ലിംഗാനുപാതത്തിൽ ഗണ്യമായ പുരോഗതിയും കൈവരിച്ചു കഴിഞ്ഞു. 2014 ലിംഗാനുപാതം 1000 ആൺകുട്ടികൾക്ക് 871 പെൺകുട്ടികൾ എന്ന നിലയിലായിരുന്നു. എന്നാൽ ഇപ്പോൾ ഇത് 1000 ആൺകുട്ടികൾക്ക് 916 പെൺകുട്ടികളായി മാറി. നമോ ഡ്രോൺ ദീദി സംരംഭം വിപുലീകരിക്കാനും സൈനി സർക്കാർ പദ്ധതിയിടുന്നു. സ്ത്രീകളെ ഡ്രോൺ പൈലറ്റുമാരാക്കാൻ പരിശീലനം നൽകുന്ന പദ്ധതിയാണ് നമോ ഡ്രോൺ ദീദി. 100 സ്ത്രീകൾക്കാണ് പദ്ധതിക്ക് കീഴിൽ സംസ്ഥാനത്ത് പരിശീലനം നൽകിയത്. 5000 സ്ത്രീകൾക്ക് പരിശീലനം നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ഇവർക്ക് സൗജന്യ ഡ്രോണുകളും സർക്കാർ വിതരണം ചെയ്യുന്നു. ജീവനക്കാരായ അമ്മമാർക്കായി സമഗ്ര ക്രഷ് നയം നടപ്പിലാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാണ് ഹരിയാന. 572 അങ്കണവാടി കേന്ദ്രങ്ങൾ ക്രഷായി പ്രവർത്തിക്കുന്നുണ്ട്. 273 ക്രഷുകൾ പുതുതായി സ്ഥാപിച്ചു. നിലവിലെ 4000 പ്ലേവേ സ്കൂളുകൾ 8000 ആക്കാനും സർക്കാർ നടപടികൾ ആരംഭിച്ചു. പെൺകുട്ടികൾക്ക് സാമ്പത്തിക സഹായം നടപ്പിലാക്കുന്ന ആപ്കി ബേട്ടി ഹമാരി ബേട്ടി പദ്ധതിയും BJP സർക്കാർ ആവിഷ്കരിച്ചതാണ്. സംസ്ഥാനത്ത് പെൺഭ്രൂണഹത്യ തടയുക, ലിംഗാനുപാതം മെച്ചപ്പെടുത്തുക, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസ അവസരങ്ങൾ ഉറപ്പാക്കുക എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ. പദ്ധതി പ്രകാരം പട്ടികജാതി PPL കുടുംബങ്ങളിലെ ആദ്യ പെൺകുട്ടികളുടെ പേരിൽ സർക്കാർ സ്ഥിര നിക്ഷേപം നടത്തും. 18 വയസ്സ് പൂർത്തിയാകുമ്പോൾ മാത്രമേ ഇത് പിൻവലിക്കാനാകൂ. മറ്റ് വിഭാഗങ്ങളിൽപ്പെട്ട കുടുംബങ്ങളിലെ 2ാമത്തെ പെൺകുട്ടികളുടെ പേരിലാണ് നിക്ഷേപം നടത്തുക. മുഖ്യമന്ത്രി വിവാഹ് ശഗുൻ യോജന പ്രകാരം ദരിദ്ര കുടുംബങ്ങളിലെ പെൺമക്കളുടെ വിവാഹത്തിന് സർക്കാർ ധനസഹായം നൽകി വരുന്നു. മോദി സർക്കാരിന്റെ ബേട്ടി ബച്ചാവോ പദ്ധതിയുടെ ചുവട് പിടിച്ചാണ് വിവാഹ സഹായം നൽകുന്നത്. പിന്നാക്ക വിഭാഗ കുടുംബങ്ങൾക്ക് 41,000 രൂപയായിരുന്നു സഹായധനം. ഇത് സൈനി സർക്കാർ 51,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ കുടുംബങ്ങൾക്കാണ് ഇത് ലഭ്യമാകുന്നത്. 1.80 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ലക്ഷക്കണക്കിന് യോഗ്യരായ കുടുംബങ്ങൾക്ക് ഗുണം ലഭിക്കും. വിധവകൾ, വിവാഹമോചിതർ, വികലാംഗർ എന്നിവർക്ക് പുനർവിവാഹത്തിനും സഹായം ലഭിക്കും. സ്ത്രീകളുടെ സുരക്ഷയ്ക്കും ഹരിയാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി സംസ്ഥാന സർക്കാർ വിന്യസിച്ചത് 24 കമ്പനി ദുർഗാശക്തി റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെ.
സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ ഗണ്യമായ കുറവാണ് സംസ്ഥാനത്തുണ്ടായത്. സ്ത്രീകളുടെയും കുട്ടികളുടെയും സുരക്ഷ ശക്തമാക്കാൻ സംസ്ഥാനത്തെ എല്ലാ പൊതുഗതാഗത വാഹനങ്ങളിലും ട്രാക്കിംഗ് ഉപകരണങ്ങൾ സ്ഥാപിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി. സ്ത്രീകൾക്ക് സുരക്ഷിതമായ ഗതാഗത സംവിധാനം സ്ഥാപിക്കുന്നതിൽ ഈ സംരംഭം നാഴികക്കല്ലാകും.